വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഓർമ്മിക്കുക, നാം ആനന്ദചിത്തരായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. നിങ്ങൾ വിലപിക്കരുത്, കർത്താവിന്റെ ആനന്ദമാണ് നിങ്ങളുടെ ബലം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ ആനന്ദം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഒരാളുടെ ജീവിതത്തിൽ കുരിശിന്റെ നിഴൽ വീഴുമ്പോൾ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സാഹചര്യത്തിൽ ദൈവിക ആനന്ദം കണ്ടെത്താൻ പരിശ്രമിക്കണം. അപ്രകാരമെങ്കിൽ ഭൗതിക ദുഃഖം ഒരുവനെ അവന്റെ യഥാർത്ഥ ആനന്ദത്തെ നശിപ്പിക്കുകയില്ല. ക്രൈസ്തവ ആനന്ദം എന്നത് നർമ്മഭാവവുമായി ചേർന്നു പോകുന്നതാണ്. വഷളായ നർമ്മം വിശുദ്ധിയുടെ അടയാളമല്ല. നല്ല നർമ്മങ്ങൾ പറയുന്നവർക്ക് മനസ്സിന്റെ ആകുലതകൾ അകറ്റാനും ഹൃദയ സന്തോഷം സ്വീകരിക്കാനും സാധിക്കും. സങ്കടം നന്ദികേടിന്റെ ഒരു അടയാളമാണ്. കാരണം നമ്മുടെ ആനന്ദത്തിനു വേണ്ടി കർത്താവിൽ നിന്നും ധാരാളം കൃപ സ്വീകരിക്കുന്നവരാണ് നാം. നർമ്മത്തിലൂടെ ദുഃഖങ്ങളെ അകറ്റി ഹൃദയത്തിന്റെ സന്തോഷത്തിലൂടെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഈ നോമ്പിലൂടെ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.